എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് സൂചി ഗോതമ്പിൻ്റെ കുറുക്ക് തവിട് കളയാതെ ഉണ്ടാക്കുന്ന രീതിയാണ്. അതിനായിട്ട് നുറുക്ക് സൂചി ഗോതമ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 വട്ടം വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം. ഇതിപ്പോൾ 3-4 വട്ടം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മുഴുവനും കളയാനും വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇട്ടാൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയിലോ അല്ലെങ്കിൽ പേപ്പർ ടവലിലോ ഇട്ട് ഡ്രൈ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതിനകത്തെ വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റായി. കണ്ട നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തെ വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, ശരിക്കും റോസ്റ്റായിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്തെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. ഇനി ഇത് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ കുറുക്ക് 6 മാസം മുതൽ കുഞ്ഞിന് കൊടുക്കാൻ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കുഞ്ഞുങ്ങളിൽ തവിടോട് കൂടെ പൊടിച്ചല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ദഹനക്കുറവും ചെറിയൊരു ഗ്യാസ് ട്രബിളും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ വീറ്റിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് കുറുക്കുണ്ടാക്കണം. അതുപോലെ തന്നെ എത്ര നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്താലും ചെറിയൊരു തെരുതെരുപ്പുണ്ടാവും. അപ്പോൾ അത് കുഞ്ഞിനെ ഇറക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു 7.5 മാസം കഴിഞ്ഞ പിന്നെയാണ് എൻ്റെ മോനിത് ഇങ്ങനെ കൊടുത്തു തുടങ്ങിയത്. പക്ഷേ ഓരോ കുഞ്ഞും ഡിഫറെൻ്റാണ്. നിങ്ങളുടെ കുഞ്ഞിന് 6 മാസം മുതൽ ഇത് കൊടുത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ തന്നെ പാലെടുത്ത് കുറുക്കുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഒരു 7.5 മാസം ആവുന്നത് വരെയെങ്കിലും. നിങ്ങൾ ബൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കണം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് ഒരു ഗ്രൈൻഡറിലേക്ക് ഇടാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിനകത്തേക്ക് നന്നായിട്ട് കഴുകി വെച്ച പനങ്കൽക്കണ്ടം ചേർക്കാം. ഒരു നിർബന്ധമില്ല അത് ചേർക്കണമെന്ന്. കുഞ്ഞിന് മധുരം ചേർക്കാതെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊടി കട്ടകളില്ലാതെ കിട്ടാനും അതുപോലെ തന്നെ പനങ്കൽക്കണ്ടം നന്നായിട്ട് അലിഞ്ഞ് ചേരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മിക്സിയിലിട്ട് അടിച്ചത്. ഇനി ഇത് കുഞ്ഞിന് കുറുക്കുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കാൻ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണു. ഈ പരുവത്തിലെടുത്താൽ മതിയാവും. കാരണം അത് ചൂട് മാറിക്കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു 8 മാസം കഴിഞ്ഞ കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഹോം മെയ്ഡ് നട്ട്സ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് 8 മാസം കഴിഞ്ഞെങ്കിൽ ഹോം മെയ്ഡ് ഡേറ്റ് സിറപ്പ് പനങ്കൽക്കണ്ടത്തിന് പകരമായിട്ട് ചേർക്കാം കേട്ടോ. നട്ട്സ് പൗഡറിൻ്റെ ഡേറ്റ് സിറപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറുക്ക് റെഡി ആയിട്ടുണ്ട്.